ഹിമാലയത്തിൽ നിന്ന് മുസ്ലിം ലീഗ് എന്ന് വിളിച്ചാൽ കന്യാകുമാരിയിൽ നിന്ന് സിന്ദാബാദ് വിളിക്കുന്നതായ ഒരു കാലഘട്ടം ഉണ്ടാവും. അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രസ്ഥാനം വളരെ അടിസ്ഥാനപരമായി വളരെ നല്ല നീയത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണെന്ന് ആദ്യമായിട്ട് ഇതിന്റെ പ്രവർത്തകർ മനസ്സിലാക്കി. അപ്പൊ മുസ്ലിം ലീഗൊക്കെ കെട്ടിപ്പടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഖായിദുൽ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ സംബന്ധിച്ചും ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ബഹുമാനപ്പെട്ട പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ പോലത്തെ ആ നേതാക്കന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം. ഖായിദുൽ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. അവരൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളായിരുന്നു. നമുക്കറിയാം കസാല കൊണ്ടായപ്പോൾ മൂപ്പര് മടക്കിയെന്ന് പറയുന്നത്. യോഗം കൂടാൻ വേണ്ടി കസാല വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അത് വേണ്ട, ഇവിടെ പായുണ്ട്, അതിലില്ല, യോഗം കൂടിയാൽ മതിയെന്നാ. അത്രമാത്രം ഭൗതിക സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് നല്ല നീയത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനത്തിനെ അവർ കെട്ടിപ്പടുത്തത് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്വഭാവം തന്നെയാണ് ബഹുമാനപ്പെട്ട തങ്ങന്മാർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവരൊക്കെ വളരെ നിഷ്കളങ്കരും നിസ്വാർത്ഥരും വളരെയധികം സമുദായ സ്നേഹികളും ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല അവർ പ്രസ്ഥാനത്തിൽ നിന്ന് ഉപയോഗപ്പെടുത്തിയത്. അവർ വളരെയധികം നല്ല നീയത്തോടു കൂടി ചെയ്തു. അവരെ ആ പ്രവർത്തനത്തിന്റെ ആ ഗുണമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.